ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻസിയിലെ 8ാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു 8ാം മാസത്തിൽ എന്താ വിശേഷങ്ങളും, അതുപോലെ ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളും, പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഉമ്മാക്കൊക്കെ നോമ്പായതുകൊണ്ട് ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ പാടല്ലേ എന്ന് വിചാരിച്ചു കുറച്ച് നേരത്തെ തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു 9-9:30 ആയപ്പോഴേ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അത്താക്കും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു, ഒരു ഓർത്തോയിലൊന്ന് കാണിക്കണമായിരുന്നു. അത്തയുടെ കാലിന് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഓർത്തോയിൽ അത്തായും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് 3 പേരും കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്ന്. ആക്ച്വലി നമുക്ക് വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നോമ്പ് പിടിക്കുന്നത് ഈ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് പിടിക്കാവോ എന്ന്. അപ്പോൾ എനിക്കിപ്പോൾ 8ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഇപ്പോഴാണ് കുഞ്ഞിന് വെയിറ്റ് ഒക്കെ കൂടേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുഞ്ഞിനെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എനിക്കിങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളും, അതുപോലെ പ്രഷർ ചില സമയത്തൊക്കെ ഡൗൺ ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നോമ്പ് പിടിക്കാത്തത് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നോമ്പ് പിടിക്കേണ്ടെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞ്. പിന്നെ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നോമ്പ് പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അത്രയൊക്കെ നേരത്തെ കാണിച്ചു കേട്ടോ, ഓർത്തോയിൽ പെട്ടെന്ന് കാണിക്കാനായിട്ട് പറ്റി. പക്ഷേ എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ വന്നപ്പോഴേ ഡോക്ടറിന് ഒരു തിയേറ്റർ കേസ് ഉണ്ടായിരുന്നു, ഒരു സിസേറിയൻ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അതിന് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായി കാണിച്ചപ്പോൾ. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ വീട്ടിൽ വന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമാണ് ഇപ്പോൾ കേട്ടോ. പ്രഗ്നൻസിയിൽ ഇപ്പോൾ 8ാം മാസം തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം അത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ 3 മാസത്തിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നത്. അത് അതേപോലെ തന്നെ ഈ ലാസ്റ്റിലോട്ട് വരുമ്പോൾ അതുപോലെ വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല ക്ഷീണമായിരിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും BP കുറയുന്നതിനാണെന്ന്. പക്ഷേ ഈ പ്രാവശ്യം പോയി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നോർമലായിരുന്നു. പക്ഷേ HP ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ HP-യും തൈറോയിഡും ഒക്കെ ഒന്നും കൂടി ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ബോർഡർ ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഒന്നും കൂടി നോക്കാനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഷുഗറിൻ്റെ ഒരു പ്രശ്നം വരുന്നതാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം കേട്ടോ. കാരണം ഫുഡ് ആയാലും നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഷുഗർ പ്രശ്നമുള്ളതുകൊണ്ട്. പിന്നെ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ഫീഡിങ് പില്ലോ സ്റ്റിച്ച് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് കേട്ടോ, ഫീഡിങ് പില്ലോ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, ആർക്കും വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്ന. അത് കേട്ടപ്പോൾ പിന്നെന്താ എനിക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കോട്ടൺ നിറയ്ക്കുന്ന പ്രോസസ്സിങ്ങാണ് എനിക്ക് തോന്നി ഇച്ചിരി പാടായിട്ട്. കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് കോട്ടൺ വേണമായിരുന്നു. പിന്നെ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഈവനിങ് പുറത്തൊക്കെ ഒന്ന് നടന്നു. പക്ഷേ ഇന്ന് അത്രയൊന്നും നടത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്നും നടന്നു. ഉമ്മയുടെ പച്ചക്കറിയും ചെടികളും ഒക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നടക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലോട്ട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ കിച്ചണിലോട്ട് ഈവനിങ് പിന്നെ അതിനുള്ള തിരക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളി കഞ്ഞിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം കഞ്ഞി ഇവിടെ സ്ഥിരം വാങ്ങാറുണ്ട്. ഞാൻ കുടിക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി കുടിക്കുമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായിരുന്നു. കുറേ നാളായി കല്ലുകഞ്ഞി കുടിച്ചിട്ടെന്നൊക്കെ വെച്ച് ഞാൻ കുടിക്കുമായിരുന്നു. ഇപ്പം എനിക്കും മടിയാണ് കേട്ടോ. പക്ഷെ നല്ലതാണ് കഞ്ഞി, ആരോഗ്യമല്ല നമുക്ക് ഹെൽത്തിനും അതുപോലെ
അതുപോലെ തന്നെ ഈ ക്ഷീണമൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇവിടെ അങ്ങനെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഉമ്മാക്കും അത്താക്കും മാത്രമല്ലേ നോമ്പുള്ളൂ. അപ്പം എനിക്കോ അല്ലെങ്കിൽ ഇത്തായോ ഒക്കെ വരുമ്പോഴാണ് കൂടുതലും ഇവിടെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മയുടെ സ്ഥിരമുള്ള ഓട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്നും ഇവിടെ ഓട്സ് കാണും കേട്ടോ. അത് ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് പഴംപൊരിയൊക്കെ പൊരിച്ചുകൊണ്ട് ഇന്നിപ്പം പിന്നെ ഇക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കുവിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നു. ഇക്കുവിനായാലും അവിടെ പല സമയത്തായിരിക്കുമല്ലോ ഡ്യൂട്ടി. ഇവിടുത്തെ സമയമായിട്ട് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിളിക്കുന്നതും കാര്യങ്ങളും ഒക്കെ പല സമയത്തായിരിക്കും. പിന്നെ നോമ്പും ഒക്കെ അല്ലേ, അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നത് ഇക്കുവിനെയാണ് കേട്ടോ. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാർട്ട്ണറിൻ്റെ പ്രസൻസ് തന്നെ ആയിരിക്കുമല്ലോ. അതില്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലേ. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും നടക്കണമെന്നില്ല. ചിലതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരിക്കും. ഇനി നമുക്ക് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയായിരിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, പ്രവാസികൾ എത്രയോ പേര് നാട്ടിൽ വരാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. വൈഫൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും വരാൻ പറ്റാത്ത എത്രയോ പേരൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചില സമയം പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. പിന്നെ അതുകൊണ്ട് ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു ഷേക്കൊക്കെ അടിച്ചു വെച്ചു. പിന്നെ നോമ്പൊക്കെ മുറിക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ മുറിച്ചു. ഞാൻ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ. അത്തായും പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ കഴിക്കും. അവർ നോമ്പ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അവർ നേരത്തെ കഴിക്കും. ഞാൻ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞേ കഴിക്കും. ഇനി നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്കിനും മന്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറോട്ടി ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പം മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനോട്ട് കുറച്ചൊന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.